ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ പതിവ് വിശേഷങ്ങൾ തന്നെ. ജോലിക്ക് പോയിട്ട് വന്നുള്ള കലാപരിപാടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മീനൊക്കെ കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മീൻ വാങ്ങിക്കൊണ്ട് വന്ന് എന്താ മീനെന്നൊക്കെ കാണിച്ചു തരാം. ഇന്ന് മീൻ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. ചന്തയിൽ നിന്ന് മീൻ കുറവാണെന്ന് തോന്നുന്നുണ്ട്. ചാള പൊടി മീനാണ് വാങ്ങിയത്. തീരെ വലിയ ഐറ്റമൊന്നും വാങ്ങിയില്ല. ചാള 50 രൂപ. എത്ര എണ്ണം ഉണ്ടാ എന്തോ 50 രൂപ. പിന്നെ ഞാൻ ഉണ്ടല്ലോ മറ്റേ വേളാപ്പാരയുടെ കുഞ്ഞുണ്ടല്ലോ, വേളാപ്പാരയുടെ കുഞ്ഞ്, അതും 100 രൂപയ്ക്ക് വാങ്ങി. അതും 8-10 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിത്യം നമ്മുടെ വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. എല്ലാവരും കാണുക. വഴി എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. നമ്മൾ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ജോലിയും വീഡിയോ എടുപ്പും കൂടെ ആകുമ്പോൾ ഇച്ചിരി പാടാണേ. ഇപ്പോൾ കവറൊക്കെ ഞാൻ കൈയുടനെ കഴുകി വെക്കാമെന്ന് കരുതി. ഇപ്പോൾ ഹരിതകർമ്മയൊക്കെ മാസത്തിൽ വരുന്നത് കൊണ്ട് നമുക്ക് അതൊരു വലിയ ഉപകാരമായി. അപ്പോൾ ഞാൻ കൈയുടനെ അതും ഒന്ന് കഴുകി വച്ചിട്ട് മീൻ അറക്കണം, മീനിന് അരയ്ക്കണം. മരച്ചിനി വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കണ്. ഇതിനിടയിൽ ഞാൻ വാളക്കരുവാട് വാങ്ങി. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. വാളക്കരുവാട് കണ്ടപ്പോൾ അതൊരു മോഹം തോന്നി, വാളക്കരുവാടും വാങ്ങി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇവിടെ ഒഴിച്ച് കറി വെച്ചിട്ടുണ്ട്. മീൻ കറി അടുപ്പിലായിട്ടുണ്ട് കേട്ടോ. പാരമീൻ പച്ച അരച്ചാണ് വെക്കണ. നിങ്ങൾ ഈ കളർ നോക്കണ്ട കേട്ടോ. നമ്മുടെ ഈ മീൻ കറിയുടെ കളർ നിങ്ങൾ നോക്കണ്ട. നല്ല കളറുണ്ട്. നമ്മുടെ സൂര്യപ്രകാശം എപ്പോഴും പറയും പോലെ സൂര്യപ്രകാശം അടിക്കുന്നത് കൊണ്ട് മീൻ കറിയുടെ കളറ് മാറിയിരിക്കും. നമ്മുടെ ഇതിലടക്കണ അടപ്പാണ് പൊട്ടിപ്പോയത്. മരച്ചിനി ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ ചാള മീൻ വൃത്തിയാക്കിയില്ല. ഞാൻ ഒരൈറ്റം മീൻ വൃത്തിയാക്കി, കറിക്കുള്ളത് വൃത്തിയാക്കി അടുപ്പിലാക്കിയിട്ടുമുണ്ട്. ഒഴിച്ചുകറിയും വെച്ചിട്ടുണ്ട്. മരച്ചിനി അവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിന് വൃത്തിയാക്കണം. ഇത് വൃത്തിയാക്കി ഇനി പൊരിക്കാനുള്ള മീനാണേ. അത് വൃത്തിയാക്കണം. അടുക്കളയിലെ കോലമൊക്കെ കണ്ടല്ലോ. മീനിൻ്റെ വേസ്റ്റ്, നേരത്തെ മീനിൻ്റെ വേസ്റ്റ് അവിടെ ഇരിപ്പുണ്ട്. തക്കാളി ഇവിടെ ഇരിപ്പുണ്ട്. ഉള്ളി പൊളിച്ചതിൻ്റെ തോല അവിടെ കിടപ്പുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഞാനും എൻ്റെ വിശേഷങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ അതും കൂടെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ട് ഫൈനൽ മീൻ കറിയും ചോറും. വേറെ പ്രത്യേകിച്ച് പച്ചക്കറിയൊന്നും വെക്കുന്നില്ല. മരച്ചിനി കൊണ്ട് ഒഴിച്ച് കറി കൊണ്ട് മതി. അങ്ങനെയൊക്കെ മതി. അപ്പോൾ ഞാൻ ആ മീൻ വൃത്തിയാക്കി എടുക്കട്ടെ. മീൻ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ കൊണ്ട് ഇരുട്ട് കാണും. ഇരുട്ടുണ്ട്. ഇത് വൃത്തിയാക്കിയൊക്കെ എടുക്കട്ടെ. മൊത്തം വൃത്തിയാക്കണത് കണ്ടുകൊണ്ടിരുന്നുണ്ടല്ലോ വീഡിയോക്ക് ലെന്ത് കൂടി പോകും. കാണുന്നവർക്ക് മടുപ്പായി. എന്നും നമ്മുടെ ചോറും കറിയും സ്പെഷ്യൽ ഉണ്ടാക്കിയാലും കാണാനൊന്നും ആർക്കും വയ്യ. നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കിയാലും കാണാൻ വയ്യ. ചോറും മീനും വെച്ചാലും കാണാൻ വയ്യ. ടൂറ് പോയാലും കാണാൻ വയ്യ. എന്താ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ എന്തേ ഇങ്ങനെ? നമ്മുടെ വീഡിയോ കാണണ്ടേ? നിങ്ങളൊക്കെ വീഡിയോ കണ്ടാലല്ലേ നമുക്കൊന്ന് വീണ്ടും വീഡിയോ ഇടാനൊരു ഉത്സാഹം വരുള്ളൂ. നിങ്ങളിങ്ങനെ കാണാതിരിക്കുമ്പോൾ നമുക്കും ഒരു വർഷമൊക്കെ നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിയിട്ട്. 1 വർഷം കഴിഞ്ഞു. ഓഗസ്റ്റൊക്കെ ആയപ്പോൾ 1 വർഷമായി. നിങ്ങളെ മുന്നിൽ നമ്മളെത്തിയിട്ട് അന്നത്തെ പോലെ ഇന്നും മാറ്റമൊന്നുമില്ല. ഏതോ ഇരുട്ടാണ് കേട്ടോ. ഭയങ്കര ഇരുട്ടാണ്. ഈ വീഡിയോനിപ്പോൾ എനിക്ക് ഇത് അതിൽ കൂടെ ചേർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇരുട്ടായതുകൊണ്ട് എത്രത്തോളം ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാം നെറ്റ് അടിച്ച അടുക്കള ആയതുകൊണ്ട്, നെറ്റ് അടിച്ച വെറൈറ്റി അടുക്കള ആയതുകൊണ്ട് ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഫോണിൽ കൂടെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇരുട്ട്, കാർമേഘങ്ങൾ മൂടിക്കെട്ടിയതുപോലെ ഇരുട്ടായിട്ടാണ് വീഡിയോ കാണുന്നത്. നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ അങ്ങ് കട്ട് ചെയ്യാം.
അപ്പോൾ ഞാൻ എല്ലാ മീനും പെനൽ കളഞ്ഞെടുത്തിട്ടുണ്ട്. മീനെല്ലാം പെനൽ കളഞ്ഞെടുത്തിട്ടുണ്ട്. പൂച്ചകളുണ്ടല്ലോ, ഒരു പൂച്ചയല്ല, 2 പൂച്ചയല്ല, ലോകത്തുള്ള എല്ലാ പൂച്ചയുണ്ട്. എന്താ ചെയ്യുക? മിയാ മിയാ മിയാ. ഞാനെല്ലാം കൂടെ വേസ്റ്റ് താഴെ കൊണ്ട് വെച്ച് കൊടുക്കാം. മൊത്തം വൃത്തിയാക്കി എടുത്തിട്ട് അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഫുള്ളും മീൻ കട്ടിയും കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയം പോകും. ഇപ്പം തന്നെ 3 മിനിറ്റായി മീൻ കട്ട് ചെയ്യണ വീഡിയോ. 3 മിനിറ്റായി. ഞാൻ മീനെല്ലാം അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. വറുക്കായിട്ട് കൊടുക്കാം. ഫോണിൽ നോക്കാൻ പറ്റില്ല എനിക്ക്. ഫോണിൽ നോക്കിയാലുണ്ടല്ലോ കൈ എവിടെയെങ്കിലുമൊക്കെ ആവും. നല്ല മഴക്കോളുണ്ട് കേട്ടോ. മഴ വരുന്നുണ്ട്. ഫോണ് കയ്യിൽ പിടിച്ചിട്ടുള്ള ബെല്ല് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ ഇളക്കുമ്പോൾ നന്നായിട്ട് ഇളവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചുരുക്കി വെച്ചിട്ടുണ്ട്. ചൂട് മീൻകറി ആറാണ്ട് ഇവിടെ റെഡിയായി. മീൻകറി റെഡിയായി. തലയെല്ലാം കൂടെ ഇട്ട് വെച്ച് കേട്ടോ. ഇതിൽ കാണുമ്പോൾ വെളുവെളുപ്പല്ല കേട്ടോ. ആവശ്യത്തിന് കള്ളറക്കി മീനിന് ഉണ്ട്. തൊലിയൊക്കെ കുഴിച്ചാണ് വെച്ച കേട്ടോ. തൊലിയൊക്കെ ഞാൻ എല്ലാ മീനും അങ്ങനെ തൊലിയൊന്നും ഉരിക്കില്ല. ഇത് തൊലിയൊക്കെ ഉരിച്ച് വെച്ചു. അയലയൊന്നും തൊലി ഉരിക്കില്ല. ഇപ്പം റെഡിയാവട്ടെ. എല്ലാം റെഡിയാവട്ടെ. ഇട്ട് കൊടുക്കാം കേട്ടോ. കയ്യിൽ ഫോണും പിടിച്ചോണ്ട് നിൽക്കണോണ്ട് പള്ളി കയ്യിൽ ഫോൺ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. പാചകം പലർക്കും പല രീതിയിലാണ്. ഫോണ് നമ്മൾ അത്രയും റിസ്ക് എടുത്ത് മറിക്കുന്നത് കൊണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ട് ഫൈനൽ കാണിച്ച് തരാം. അപ്പം മീൻ ഒരു സ്റ്റെപ്പ് വറുത്ത് കോരിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു 4-5 ഉണ്ട്. ഇനി മൊത്തത്തിൽ കാണാം. ഉച്ചയൂണ് കാണാം കേട്ടോ. ചോറ്, മത്തി വറുത്തത്, പുളിച്ചിക്കയും തക്കാളി എല്ലാം കൂടെ ഇട്ടുള്ളൊരു ഒഴിച്ചുകറി, മരിച്ചീനി ഇളക്കിയത്, പാരമീനുണ്ടല്ലോ, കുഞ്ഞു പാര മീൻ കറി വെച്ചത്. ഇതൊക്കെ വേറെ പച്ചക്കറിയൊന്നുമില്ല കേട്ടോ. മരിച്ചിനിയും ഒഴിച്ചുകറിയും മീൻ വറുത്തതും മീൻ കറിയും. ജോലിയും കഴിഞ്ഞിട്ട് വന്നുള്ള കലാപരിപാടിയാണ്. ഇപ്പം തന്നെ മണി 2:45. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഫ്രഷോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് ഈ കിടന്ന് പാടുപെടണം. അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് പോകാൻ വേണ്ടില്ല. ഉച്ചയ്ക്ക് വരുമ്പോൾ എല്ലാം തണുത്തിരിക്കും എന്ന് നമ്മൾ തണുത്ത ആഹാരം കഴിക്കേണ്ടി വരും. ഒരു ദിവസമെങ്കിലും ഫ്രഷായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നിടവിട്ട് എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെയാണ് വന്നിട്ട് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം നമ്മളിതെല്ലാം വെച്ചിട്ടുണ്ട്. നാളെ നമുക്ക് ഫ്രീ ആണ്. ഇതൊക്കെ തന്നെയാണ് നാളെ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ്.